1515 എന്ന് പറഞ്ഞ സപ്പോർട്ട് ലൈൻ നമുക്കുണ്ടേ. ഇത് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ബുൾസിനില്ല. ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള താഴേക്ക് വീഴാനുള്ള കപ്പാസിറ്റി സെല്ലേഴ്സിനും ഇല്ല. സിമ്പിൾ. അപ്പൊ ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ഈ ഒരു പോയിന്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. സിമ്പിൾ ആണേ. നമ്മൾ 2-ാം തീയതി മാർക്കറ്റിൽ രാവിലെ കയറി HDFC നല്ലൊരു ട്രേഡിന് വേണ്ടി ഇരുന്നു. നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ വെയിറ്റ് ഇതേണ്ട ഇവിടെ വരെ വന്നു. നോക്കി, ശ്രദ്ധിച്ച് നോക്കി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മാർക്കറ്റ് നമ്മളൊരു ഓപ്ഷന് വേണ്ടി ഒരു എൻട്രി എക്സിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ വീണ്ടും മാർക്കറ്റ് 1540 വന്നു. 40 വന്നിട്ട് അവിടുന്ന് ഒരു സെല്ലിങ് നടന്നു. നോക്കിയേ, നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ നോക്കി. ഈ ഒരു ക്യാൻഡിൽ എന്താണെന്നോ അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ക്യാൻഡിൽ 1540 ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. ഒരു ഇൻവേർട്ടർ ഹാമർ ഫോം ചെയ്ത് ഇവിടുന്ന് താഴേക്ക് വീഴുകയാണ്. ഇവിടെ നമുക്കൊരു എൻട്രി ഇല്ലേ? ഇവിടെ നമുക്ക് കാരണം സിമ്പിൾ. നിങ്ങൾ ക്യാൻഡിൽ വിട്ട് വരും. ഈ ഒരു പോയിന്റിൽ നിന്ന് ഹെവി ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ കണ്ടു അല്ലേ? സിമ്പിൾ. ഇവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഇത്രയും ഹെവി ആയിട്ടുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് എത്ര പോയിന്റിന്റെ സെല്ലിംഗ് ആണെന്ന് നോക്കി. ഓൾമോസ്റ്റ് 24 പോയിന്റ് വീണു. അതായത് 1.5 ദിവസം കൊണ്ട് എടുത്ത പോയിന്റ് വെറും 14-25 തൊട്ട് 1.5 ദിവസം കൊണ്ട് എടുത്ത പോയിന്റ് വെറും 1 മണിക്കൂർ കൊണ്ട് HDFC വീണു. 24 പോയിന്റ് വീണു. ഇത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു സിമ്പിൾ ഒരു നോളജ് ഉള്ള വ്യക്തിക്കാണെങ്കിൽ മനസ്സിലാവും. വീണ്ടും ഇവിടെ വരുമ്പോൾ ഒരു സെല്ലിംഗ് ഉണ്ടാവും എന്ന് മനസ്സിലാവും. കാരണം ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ലൈനാണ്. നമുക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇവിടെ എൻട്രി എടുത്താൽ ഏതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്? തൊട്ട് മുമ്പത്തെ സപ്പോർട്ട് ആയിരിക്കണം. നമ്മുടെ സപ്പോർട്ട് ഓൾറെഡി ഇവിടെ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. നമ്മുടെ സപ്പോർട്ട് 1515. സി ഇവിടെ നോക്ക്.